السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. الصلاة والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا أبي القاسم محمد خاتم الأنبياء والمرسلين ورسول رب العالمين معلم البشرية من لدن حكيم خبير وعلى آله الطيبين الطاهرين وعلى أصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين توفاهم الملائكة ظالمي أنفسهم قالوا فيم كنتم قالوا كنا مستضعفين في الأرض قالوا ألم تكن أرض الله واسعة فتهاجروا فيها فأولئك مأواهم جهنم وبئس المصير. صدق الله مولانا العظيم. القدر سر الله فلا تفشوه. صدق رسول الله. لك الحمد مولانا على كل نعمتي ومن جملة النعماء قولي لك الحمد ولا حمد إلا أنت منا بنعمتي فسبحان لا يقوى على حمدك العبد. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും സംഭവിച്ചു പോയ ചെറുതും വലുതുമായ രഹസ്യമായതും പരസ്യമായതുമായ എല്ലാവിധ തെറ്റുകുറ്റങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ ത്വഅത്തിലൂടെ മുന്നേറാൻ, അവൻ ഇഷ്ടപ്പെട്ട മാർഗത്തിൽ സഞ്ചരിക്കാൻ പടച്ച തമ്പുരാൻ നമ്മയൊക്കെ സഹായിക്കുമാറാകട്ടെ. അല്ലാഹുവിനെയും അവൻ ഇഷ്ടപ്പെടാൻ അവൻ കൽപ്പിച്ചതിനെയും ഇഷ്ടപ്പെട്ടുകൊണ്ട് മഹബ്ബത്ത് ഖൽബിൽ നിറച്ച്
ഇരുലോകത്തും വിജയം കൈവരിക്കുന്ന മുത്തഖീങ്ങളായ മുഹിബ്ബീങ്ങളായ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ പാവപ്പെട്ടവരായ നമ്മെയും അള്ളാഹു ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളും വിധിച്ച അള്ളാഹു പരീക്ഷണമായിട്ടാണ് പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിലേക്ക് അള്ളാഹു ഇട്ട് തന്നത് എങ്കിൽ ആ പരീക്ഷണങ്ങളിലെല്ലാം വിജയിക്കാനുള്ള മാനസിക കരുത്തും ഈമാനികമായ ആവേശവും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ രോഗികളായ പല ആളുകളും, രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾ, വിവിധ ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യുന്ന ആളുകൾ, അവർക്കെല്ലാവർക്കും അള്ളാഹു മനക്കരുത്തും സ്വബറിനുള്ള മനസ്സും പ്രദാനം ചെയ്യുമാറാകട്ടെ. അർഹമായ പ്രതിഫലം അള്ളാഹു നൽകുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ നമുക്ക് വേണ്ടപ്പെട്ടവർ, അവരെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഖബർ ജീവിതം അള്ളാഹു സമാധാനത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. സ്വർഗീയ അനുഭൂതി അവരുടെ ഖബറുകളിൽ അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മെയും സ്വർഗലോകത്ത് അള്ളാഹു ഒരുമിച്ച് കൂട്ടിത്തരുമാറാകട്ടെ. പരിപൂർണനായ ഒരു മുഅ്മിനിനുണ്ടാകുന്ന സ്വഭാവ ഗുണങ്ങൾ എണ്ണിപ്പറഞ്ഞ് അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട് അള്ളാഹുവിന് വേണ്ടി സകലതും സമർപ്പിക്കുന്ന, കേവലം വാക്കുകൊണ്ട് മാത്രമല്ല എല്ലാം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിനായി സമർപ്പിക്കുന്ന ഒരു സാധകൻ, ഒരു മുഹിബ്, അവനുണ്ടാകുന്ന ഒരു പ്രത്യേകതയാണ് ഖളായിലുള്ള സംതൃപ്തി. അള്ളാഹു അവൻ്റെ ജീവിതത്തിലേക്ക് വിവിധങ്ങളായ തരത്തിൽ വ്യത്യസ്തമായ അവസ്ഥകളിൽ അള്ളാഹു അവൻ്റെ ജീവിതത്തിലേക്ക് ഇടപെടുമ്പോൾ നീതിമാനായ, യുക്തിമാനായ, സർവജ്ഞനായ അള്ളാഹുവിൻ്റെ ഇടപെടലിനനുസരിച്ചവൻ നിന്നുകൊടുക്കുകയും മാനസിക സംതൃപ്തിയോടുകൂടെ പൊരുത്തപ്പെടുകയും ചെയ്യും എന്ന് നാം പഠിച്ചു കഴിഞ്ഞു. അള്ളാഹുവിൻ്റെ വിധിയിലുള്ള സംതൃപ്തി, അതേക്കുറിച്ച് പഠനങ്ങൾ നടന്നു. ലോകത്ത് ജ്ഞാനികൾക്കിടയിൽ വലിയ ചർച്ചകൾ നടന്നു. ഒരു വിഭാഗത്തിന് ഈ മേഖലയിൽ പിഴവ് പറ്റി. അള്ളാഹു വിധിക്കുന്നതിലും തരുന്നതിലും അവൻ തീരുമാനിക്കുന്നതിലുമെല്ലാം തന്നെ പൊരുത്തപ്പെട്ട് നിന്നുകൊടുക്കണമെന്ന ആ ആശയം അവർ പഠിച്ചപ്പോ ചില ആളുകൾക്ക് അബദ്ധങ്ങൾ പിണഞ്ഞു. അവർ ധരിച്ച അബദ്ധങ്ങളെ അവർ യാഥാർത്ഥ്യങ്ങളായി കണ്ടു, വഞ്ചനയിലകപ്പെട്ടു. അവർ ജൽപ്പനം നടത്തി. എല്ലാം അള്ളാഹുവിന്റെ ഖുദ്റത്തിന്റെ കരങ്ങളിലാണ്. എല്ലാം ചലിച്ചുകൊണ്ടിരിക്കുന്നത്, അനങ്ങിക്കൊണ്ടിരിക്കുന്നത് പ്രകൃതിയിലെ, പ്രപഞ്ചത്തിലെ, മനുഷ്യരിലെ, സകല ചരാചരങ്ങളിലെ എല്ലാവിധ ചലനങ്ങളും ഉടമസ്ഥനായ റബ്ബിന്റെ ചലിപ്പിക്കലാണ്, അവന്റെ നിയന്ത്രണമാണ്. അതുകൊണ്ട് തന്നെ ഇനി പിന്നെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം നേട്ടമില്ല, പ്രാർത്ഥന കൊണ്ട് പ്രത്യേകമൊന്നും നേടാനില്ല, പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല, അള്ളാഹുവിനോടൊന്നും തന്നെ ആജ്ഞാപിക്കേണ്ട ആവശ്യമില്ല, അപേക്ഷിക്കേണ്ട ആവശ്യമില്ല. അവൻ തരുന്നതെല്ലാം നല്ലതിനാണല്ലോ, പിന്നെന്തിനാണ് അള്ളാഹുവിനോട് തേടുന്നത്, ദുആ ചെയ്യുന്നത്? നന്മയും തിന്മയുമെല്ലാം വിധിക്കുന്നത് അല്ലാഹുവായതിനാൽ ഇനി നന്മ കൽപ്പിക്കുകയോ തിന്മ വിലക്കുകയോ ചെയ്യേണ്ടതില്ല എന്നെല്ലാം ഒരു വിഭാഗം ജൽപ്പനം നടത്തി. വഖദ് ഗലത ഫീ ദാലിക ബഅദുൽ ബത്താലീനൽ മുഗ്തരീൻ. ഇങ്ങനെ വാദിച്ച ആളുകൾ ബാത്തിലിന്റെ ആളുകളാണ്, പിഴച്ചുപോയ ആളുകളാണ്, വഞ്ചനയിൽ അകപ്പെട്ട ആളുകളാണ്. വസഅമ, അവർ എന്താണ് ലോകത്തോട് ജൽപ്പിച്ചത് എന്നറിയോ? എന്താണ് അവർ വാദിച്ചത്? അന്നൽ മആസിയ വൽ ഫുജൂറ വൽ കുഫ്റ മിൻ ഖളാഇല്ലാഹി വഖദിരിഹി. അന്നൽ മആസിയ വൽ ഫുജൂറ വൽ കുഫ്റ മിൻ ഖളാഇല്ലാഹി വ ഇറാദതിഹി. എല്ലാ പാപങ്ങളും, എല്ലാ തെമ്മാടിത്തരങ്ങളും എന്ന് വേണ്ട കുഫ്ർ വരെ, സത്യനിഷേധം വരെ, മിൻ ഖളാഇല്ലാഹി വ ഇറാദതിഹി, അല്ലാഹുവിന്റെ ഉദ്ദേശപ്രകാരവും അല്ലാഹുവിന്റെ വിധി പ്രകാരവുമാണ് ഉണ്ടാകുന്നത്. എന്ത്?
എല്ലാ പാപങ്ങളും തെമ്മാടിത്തരങ്ങളും കുഫുറുമെല്ലാം അള്ളാഹുവിന്റെ ഇറാദത്ത് പ്രകാരം ഉദ്ദേശപ്രകാരമാണ് ഇവിടെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലൊക്കെ പൊരുത്തപ്പെട്ട് നിന്ന് കൊടുക്കണം. എന്ത് തെമ്മാടിത്തരങ്ങളാണെങ്കിലും ശരി, അതിലൊക്കെ പൊരുത്തപ്പെട്ട് നിന്ന് കൊടുക്കണം. കള്ളന്മാരെയും കള്ളുകുടിയന്മാരെയും കൊള്ളക്കാരെയും എന്ന് വേണ്ട ഫിർഔൻമാരെയും അബൂജഹിലുമാരെയും പടച്ചതും അവരെ കൊണ്ട് അത്തരം തെമ്മാടിത്തരങ്ങളും സത്യനിഷേധവും ചെയ്യിപ്പിച്ചതും അല്ലാഹുവാണ്. അതുകൊണ്ട് ഈ അബൂജഹിലുമാരെ ഫിർഔൻമാരെ നാം വെറുക്കാൻ പാടില്ല. അല്ലാഹു അവരിൽ അങ്ങനെ ആ വിധത്തിൽ ഇടപെട്ടത് കൊണ്ടല്ലേ ഇങ്ങനെ പറഞ്ഞ ആളുകൾ. വഹാദാ ജഹ്ലുൻ അൻ അസ്റാരിശ് ശർഈ, പരിശുദ്ധ ദീനിന്റെ പൊരുളുകളെ കുറിച്ച് അറിയാത്ത ആളുകളുടെ കേവലം മുദ്രാവാക്യം മാത്രമാണത്. ദീനിന്റെ പൊരുളറിയാത്ത ആളുകളുടെ വാദമാണത്. പലപ്പോഴും ഈ കഴിഞ്ഞ ആഴ്ചകളിൽ പറഞ്ഞത് കേൾക്കുമ്പോ തെറ്റിദ്ധരിച്ചു പോകാൻ സാധ്യതയുണ്ട്. തിന്മകളും തെമ്മാടിത്തരങ്ങളും ഒക്കെ അള്ളാഹുവിന്റെ വിധിയാണെങ്കിൽ പിന്നെ അതിലും പൊരുത്തപ്പെടേണ്ടി വരൂലേ? വരും. അതൊരു വിശകലനം നന്നായി പഠിക്കേണ്ട ഒരു മേഖലയാണത്. പരിശുദ്ധ ദീൻ പറഞ്ഞു, തിന്മകളെയും തിന്മയുടെ വക്താക്കളെയും പരമാവധി എതിർക്കുകയും തിന്മയിൽ നിന്ന് തടയുകയും വേണം. സാധ്യമായ നിലയിൽ തിന്മയിൽ നിന്ന് വിലക്കണം, തടയണം. കൈകൊണ്ട് സാധിക്കുമെങ്കിൽ അങ്ങനെ, അതിനു പറ്റില്ലെങ്കിൽ നാവുകൊണ്ട് തടയാം. അതിനും പറ്റില്ലെങ്കിലോ തിന്മയെ മനസ്സുകൊണ്ടെങ്കിലും വെറുക്കണം. അത് മിനിമം ഈമാനുള്ളവന്റെ സ്വഭാവമാണ്. അദ്അഫുൽ ഈമാൻ, പ്രൈമറി തലത്തിലുള്ള മുഅ്മിൻ, ആ മുഅ്മിനിന്റെ മിനിമം സ്വഭാവമാണ് തിന്മയെ മനസ്സുകൊണ്ടെങ്കിലും വെറുക്കുക എന്നത്. തിന്മ കാണുമ്പോൾ, മോശപ്പെട്ട കാര്യങ്ങൾ കാണുമ്പോൾ അത് വിധിയല്ലേ എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കുകയും അതിൽ സംതൃപ്തരാകുകയും ചെയ്താൽ ആ തിന്മ പ്രവർത്തിച്ചവരെ പോലത്തെ കുറ്റം അതിൽ പൊരുത്തപ്പെട്ട് നിന്നുകൊടുത്ത ആൾക്കും കിട്ടും. ഒരു തെമ്മാടിത്തരം കണ്ട സമയത്ത് അതിനെ എതിർത്തില്ല എന്ന് മാത്രല്ല, അതിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ ആ കുറ്റത്തിന്റെ ഒരു പങ്ക് മാനസികമായി ആ തിന്മയെ ഇഷ്ടപ്പെട്ട ഈ മനുഷ്യൻ എത്തിപ്പെടുമെന്നതാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ശഹിദ മുൻകറൻ ഫർളിയ ബിഹി ഫകഅന്നഹു ഖദ് ഫഅലഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഷഹീദ മുൻകറൻ, ഒരു തിന്മക്ക് ഒരാൾ സാക്ഷിയായി കഴിഞ്ഞാൽ, ഒരു തെറ്റിനൊരാൾ സാക്ഷിയായി, ഒരു തെറ്റ് നേർക്ക് നേരെ ലൈവായി കണ്ടു, ഫർളിയ ബിഹി, അതിനെ എതിർത്തില്ല എന്ന് മാത്രമല്ല, സാധ്യമാകുന്ന നിലയിൽ തടഞ്ഞില്ല എന്ന് മാത്രമല്ല, മനസ്സുകൊണ്ട് വെറുക്കാതെ അതിലേക്ക് നോക്കി നിന്നാൽ ഫകഅന്നഹു ഖദ് ഫഅലഹു, ആ തെമ്മാടിത്തരം ചെയ്തതുപോലത്തെ കുറ്റം അവനും കിട്ടും. എത്രത്തോളം? ഹദീസിൽ കാണാം, ലൗ അന്ന റജുലൻ ഖുതില ബിൽ മശ്രിഖി, ലൗ അന്ന റജുലൻ ഖുതില ബിൽ മശ്രിഖി, കിഴക്കൻ രാജ്യത്തൊരു കൊലപാതകം നടന്നു. വറളിയ ബിഖത്ലിഹി ആഖറു ബിൽ മഗ്രിബ്, ആ നടന്ന കൊലപാതകത്തിന്റെ കാര്യത്തിൽ പടിഞ്ഞാറൻ രാഷ്ട്രങ്ങളിൽ താമസിക്കുന്ന ഒരു മനുഷ്യൻ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടു. ആ കൊലപാതകം നന്നായി. എന്നാൽ ആ കൊലപാതകം അക്രമമായിരുന്നു, അനീതിയായിരുന്നു. അങ്ങനെ ഒരു കൊലയെ മാനസികമായി ഇഷ്ടപ്പെട്ടാൽ വറളിയ ബിഖത്ലിഹി ആഖറു ബിൽ മഗ്രിബി കാന ശരീകൻ ഫീ ഖത്ലിഹി, കിഴക്കൻ രാജ്യത്ത് നടന്ന ആ കൊലപാതകത്തിൽ നിന്നൊരു പങ്ക്, ആ കുറ്റത്തിന്റെ ഒരു പങ്ക് പടിഞ്ഞാറ് രാഷ്ട്രങ്ങളിൽ കഴിയുന്ന ആ കുറ്റകൃത്യത്തെ മാനസികമായി പൊരുത്തപ്പെട്ട വ്യക്തിക്കുമുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അദ്ദാല്ലു അലശ്ശർരി കഫാഇലിഹി, ഒരു ഷെറ്, ഒരു തിന്മ, ഒരു തെമ്മാടിത്തരം, അതിന് മാനസികമായോ ശാരീരികമായോ സപ്പോർട്ട് ചെയ്യുന്ന ആൾ
സഹായിക്കുന്ന ആൾ കഫാഇലിഹി, അത് ചെയ്തവനിൽ നിന്ന് ഭിന്നനല്ല, അത് ചെയ്തവനിൽ നിന്ന് വ്യത്യസ്തനല്ല. കുറ്റത്തിൽ രണ്ടുപേരും പങ്കാളികളാണ്. ഈ നിലയിൽ തെമ്മാടിത്തരങ്ങളെ എതിർക്കാനാണ് ശറഅ് പറയുന്നത്, തിന്മയെ എതിർക്കാനാണ് ശറഅ് പഠിപ്പിക്കുന്നത്. വിധിയുടെ പേരിൽ മാറി നിൽക്കാൻ പറ്റില്ല. എന്ന് മാത്രല്ല, അല്ലാഹു ഖുർആനിലൂടെ ഉണർത്തിയല്ലോ വിശ്വാസികളെ, അല്ലയോ മുഅ്മിനീങ്ങളെ, എന്റെ വിധിയെല്ലാം ഭൂമുഖത്ത് നടക്കും, എന്റെ വിധിയാണ് പ്രപഞ്ചത്തിൽ നടക്കുക, ഞാൻ വിധിച്ചതിനനുസരിച്ചാണ് കിട്ടുക എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് നൽകിയ, നിങ്ങൾക്ക് വേണ്ടി വിധിച്ച കർമ്മ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്താതെ അലസന്മാരായി നിങ്ങൾ മടിയന്മാരായി കഴിഞ്ഞുകൂടരുത്. അല്ലാഹു വിശ്വാസികളെ ഉണർത്തിയതാ. അള്ളാന്റെ വിധിയല്ലേ നടക്കുള്ളൂ എന്നും പറഞ്ഞ് മുഅ്മിനീങ്ങളെ, നിങ്ങൾ ആരും തന്നെ മടിയന്മാരായി അലസന്മാരായി ഇരിക്കരുത്. പിന്നെയോ നന്മയുടെ കാര്യത്തിൽ, സത്യത്തിന്റെ കാര്യത്തിൽ, സുഹൃതങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ പരമാവധി അധ്വാനിക്കുകയും പരിശ്രമിക്കുകയും മുന്നേറുകയും മത്സരിക്കുകയും വേണം എന്ന് അല്ലാഹു ഖുർആനിലൂടെ ഉണർത്തി. നിങ്ങൾ വിധിയിലേക്ക് നോക്കിയിട്ട് നിങ്ങൾ മടിയന്മാരായിട്ടിരിക്കരുത്. ഇന്നൽ അബ്റാറ ലഫീ നഈം അലൽ അറായികി യൻദുറൂൻ തഅരിഫു ഫീ വുജൂഹിഹിം നളറതൻ നഈം യുസ്ഖൗന മിർ റഹീഖിൻ മഖ്തൂം ഖിതാമുഹു മിസ്ക് വഫീ ദാലിക ഫൽയതനാഫസിൽ മുതനാഫിസൂൻ. സൂറത്തുൽ മുത്തഫിഫീനിലൂടെ അല്ലാഹു വിശ്വാസികളെ ഉണർത്തുകയാണ്. എന്താണ് അല്ലാഹു പറയുന്നത്? സ്വർഗീയമായ ഒരുപാട് വിഭവങ്ങൾ അല്ലാഹു എടുത്തു പറയാൻ, സ്വർഗീയമായ ഒരുപാട് സുഖ സൗകര്യങ്ങൾ അല്ലാഹു എടുത്തു പറഞ്ഞ് ആശ ജനിപ്പിക്കുന്ന തരത്തിൽ ആ യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് ബോധനം നൽകുകയാണ്. സ്വർഗീയമായ വിഭവങ്ങളും സുഖ സൗകര്യങ്ങളും. ഇന്നൽ അബ്റാറ ലഫീ നഈം, ഗുണവാന്മാരായ ആളുകൾ, സജ്ജനങ്ങളായ ആളുകൾ ലഫീ നഈം, സൗഖ്യത്തിലായിരിക്കും, പരമാനന്ദത്തിലായിരിക്കും, നിഅമത്തുകളുടെ ഇടയിലായിരിക്കും അവർ കഴിയുന്നത്. ആര്? അബ്റാർ, ഗുണവാന്മാരായ ആളുകൾ, ഗുണങ്ങൾ ചെയ്ത ആളുകൾ. ലഫീ നഈം, സൗഖ്യത്തിലായിരിക്കും കഴിഞ്ഞുകൂടുക. അലൽ അറായികി യൻദുറൂൻ, മേത്തരം ഉയർന്ന മഞ്ചങ്ങളിലിരുന്ന്, കട്ടിലുകളിലിരുന്ന്, സ്വർഗീയ സിംഹാസനങ്ങളിൽ ഇരുന്ന് അവർ എല്ലാം നോക്കിക്കണ്ടുകൊണ്ടിരിക്കും. ഉയർന്ന ഭാഗത്തിരുന്ന് അവർക്ക് സ്വർഗീയ കാഴ്ചകൾ, അതോടൊപ്പം നരകത്തിന്റെ രോധനവും അവർ കാണും. അത് കാണുമ്പോഴാണ് അവരുടെ സൗഖ്യത്തിന്റെ പവർ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അലൽ അറായികി യൻദുറൂൻ, ഉയർന്ന മഞ്ചങ്ങളിലിരുന്ന് സർവ്വതും അവർ നോക്കിക്കാണുന്ന ദിവസം. തഅരിഫു ഫീ വുജൂഹിഹിം നളറതൻ നഈം, ആ അബ്റാറുകളുടെ, ആ ഗുണവാന്മാരുടെ മുഖത്ത് സന്തോഷം കളിയാടുന്നത് എല്ലാവർക്കും കാണാൻ സാധിക്കും. അല്ലാഹുവേ, ആ കൂട്ടത്തിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണേ അല്ലാ. ചില മുഖങ്ങൾ അന്ന് കറുക്കുമ്പോ ചില മുഖങ്ങൾ അന്ന് വെളുക്കുമെന്ന് ഖുർആൻ പറഞ്ഞല്ലോ. തഅരിഫു ഫീ വുജൂഹിഹിം നളറതൻ നഈം, അവരുടെ മുഖങ്ങളിൽ സന്തോഷം നിറഞ്ഞു നിൽക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും കാണാൻ സാധിക്കും. ആരുടെ മുഖങ്ങളിൽ? അബ്റാറിന്റെ മുഖങ്ങളിൽ. എന്നിട്ട് റബ്ബ് പറയുന്നു, യുസ്ഖൗന മിർ റഹീഖിൻ മഖ്തൂം, സീല് വെച്ച് അടച്ചു വെക്കപ്പെട്ട
മുദ്ര ചെയ്യപ്പെട്ട് ഭദ്രമായി അടച്ചു പൂട്ടിയ മേത്തരം വീഞ്ഞുകളിൽ നിന്നാണ് അവരെ കുടിപ്പിക്കപ്പെടുക. മേത്തരം വീഞ്ഞ്, മുന്തിയ ഇനം കള്ള്, അതാണ് അവർക്ക് കുടിക്കാൻ കൊടുക്കുക. യുസ്ഖൗന മിർ റഹീഖിൻ മഖ്തൂം ഖിതാമുഹു മിസ്ക്. അതിന്റെ മുദ്ര, ആ വീഞ്ഞിൻ കുപ്പിന്റെ മുദ്ര, ഖിതാമുഹു മിസ്ക്, കസ്തൂരി കൊണ്ടാണ് ആ പാത്രത്തിന് മുദ്ര വെച്ചിരിക്കുന്നത്. ഈ ലോകത്ത് കിട്ടുന്ന വീഞ്ഞു പോലെ കുപ്പിയുടെ അടപ്പ് തുറന്നാൽ ദുർഗന്ധം വമിക്കുന്ന, വായിൽ വെച്ചാൽ വല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന, വയറിലെത്തിയാൽ തലവേദന അനുഭവപ്പെടുന്ന സാധനമല്ല. മിസ്ക് കൊണ്ട്, കസ്തൂരി കൊണ്ട് സുഗന്ധം വെച്ച, കസ്തൂരിയുടെ സൗരഭ്യമുള്ള സ്വർഗീയമായ വീഞ്ഞാണ് അവർക്ക് കുടിക്കാൻ കൊടുക്കുന്നത്. ഇതൊക്കെ അല്ലാഹു എണ്ണിയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട്, എന്നിട്ട് റബ്ബ് പറയുന്നു വഫീ ദാലിക ഫൽയതനാഫസിൽ മുതനാഫിസൂൻ. മത്സരിച്ച് മുന്നേറാൻ ആശിക്കുന്നവർ, മത്സരിച്ച് ജയിക്കാൻ ആഗ്രഹിക്കുന്നവർ, ഇവിടെ കച്ചവടം ചെയ്ത് മത്സരിച്ച് ജയിച്ചാൽ അതിന് താൽക്കാലികമായ അനുഭൂതിയും സുഖവുമേ ഉണ്ടാവുകയുള്ളൂ. ഈ ദുനിയാവില് എന്തിന് മത്സരിച്ച് ജയിച്ചാലും ആ ജയം തൽക്കാലമാണ്. ആ ജയത്തിനൊരിക്കലും ആയുസില്ല. അതുകൊണ്ട് മത്സരിച്ച് ജയിക്കാൻ ആശയുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പറയപ്പെട്ട നേട്ടങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുകയും പരിശ്രമിക്കുകയും മത്സരിക്കുകയും അങ്ങനെ വിജയം കൈവരിക്കുകയും ചെയ്യുവീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നന്മ ചെയ്യുന്നിടത്തുണ്ടായിരുന്ന ശുഷ്കാന്തിയും ആവേശവും തിരക്കും ഹദീസിൽ പ്രസിദ്ധമാണല്ലോ. നന്മ ചെയ്യുന്നിടത്ത് പുന്നാര നബിക്കുണ്ടായിരുന്ന ഒരു തിരക്കും താല്പര്യവും. സഹാബത്ത് അനുഭവം പറയുന്നത് ഇമാം ബുഖാരി സ്വഹീഹിൽ ഉദ്ധരിക്കുന്നുണ്ട്. അൻ ഉഖബത ബിനിൽ ഹാരിസി റളിയല്ലാഹു അൻഹു, സഹാബികളിൽപ്പെട്ട മഹാനായ സഹാബി ഉഖബ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരനുഭവം ബുഖാരിയിലുണ്ട് ഈ സംഭവം. നല്ല കാര്യങ്ങളിൽ, നന്മകളിൽ നബിക്കുണ്ടായിരുന്ന താല്പര്യവും തിരക്കും. അതിനൊരു ഉദാഹരണം ഉഖബ എന്താ പറയുന്നത്? സ്വല്ലൈതു വറാഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിൽ മദീനത്തി അൽ അസ്റ. ഒരു ദിവസം മദീന പള്ളിയിൽ പുണ്യ നബിയുടെ തൊട്ടുപിറകിൽ നിന്ന് ഞാൻ അസ്ർ നമസ്കരിച്ചു. അസ്ർ നമസ്കാരത്തിന് ആ ജമാഅത്തിൽ കൂടിയെന്നു മാത്രമല്ല, വറാഅൻ നബി, നബിയുടെ പിറകിലായിരുന്നു ഞാൻ മഅ്മൂമായിട്ട് നിന്നിരുന്നത്, നബി മുന്നിലും. ഫസല്ലമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്ർ നമസ്കാരം 4 റക്അത്ത് പൂർണ്ണമായി അത്തഹിയാത്ത് കഴിഞ്ഞ് സലാം വീടി. സലാം വീട്ടി അധികം കഴിഞ്ഞില്ല. സുമ്മ ഖാമ മുസ്രിയാ ഫതഖത്താ റിഖാബൻ നാസി ഇലാ ബഅദി ഹുജരി നിസാഇഹി. അസ്ർ നമസ്കാരം കഴിഞ്ഞു, സലാം വീടി, അധികം താമസിക്കാതെ സുമ്മ ഖാമ റസൂലുള്ളാഹ്, നബി തങ്ങൾ ഉടനെ മുസ്രിഅൻ അവിടുന്ന് എണീറ്റിട്ട് വളരെ തിരക്കോടുകൂടെ, വളരെ ധൃതിയോടുകൂടെ, മുസ്രിഅൻ വളരെ തിരക്ക് കാണിച്ച് എണീറ്റിട്ട് ഫതഖത്താ റിഖാബൻ നാസ്, ജനങ്ങളുടെ പിരടിയൊക്കെ കവച്ചു വെച്ചിട്ട്, ജനങ്ങളുടെ സ്വഫായിട്ടിരിക്കുകയാണല്ലോ സഹാബത്ത്. സലാം വീടിയിട്ട് നമസ്കാര ശേഷമുള്ള ദിക്ർ ദുആകളിൽ വ്യാപൃതരാകുകയാണ് സഹാബത്ത്. അവരുടെ പിരടികളിലൂടെ കവച്ചു വെച്ചുകൊണ്ട് മുസ്രിഅൻ വലിയ തിരക്കോടുകൂടെ പോവാണ്. എങ്ങോട്ട്? ഇലാ ബഅദി ഹുജരി നിസാഇഹി, മദീന പള്ളിയുടെ ചുറ്റുഭാഗങ്ങളിലുമായിരുന്നല്ലോ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, നബി തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാരുടെ ഹുജറകൾ, റൂമുകൾ. അതിൽ ഭാര്യമാരെ റൂമുകളിൽ ഏതോ ഒരു റൂമിലേക്കാണ് ആ തിരക്ക് കാണിച്ചോടുന്നത്. ഇത് കണ്ടപ്പോ നബിയുടെ ആ തിരക്ക് കണ്ടിട്ട് ജനങ്ങൾക്കൊക്കെ ഭീതി വന്നു, പേടി വന്നു, ബേജാറ് വന്നു. എന്താപ്പത് സംഭവം? അവരെല്ലാവരും നബിയെ നോക്കുകയാണ്.
ഇപ്പൊ ഞാനിവിടുന്ന് സലാം വീഡിയോ ഉടനെ തന്നെ എണീറ്റ് ഓടുകയാണെങ്കിൽ നിങ്ങൾ നോക്കും ബാത്റൂമിക്ക് പോവാന്നൊക്കെ പിന്നെ നിങ്ങളെ മൈൻഡ് ചെയ്യൂല അല്ലെ. വേറെ വല്ല വീട്ടിലേക്ക് പോവേ, വേറെ വല്ല ഭാഗത്തേക്ക് എങ്ങോട്ടാണ് പോക്ക്, സ്വാഭാവികമായി നോക്കും. സ്വഹാബത്ത് വലിയ ബേജാറോടുകൂടെ ഭയന്നുകൊണ്ട് അവർ നബി തങ്ങൾ പോകുന്നത് നോക്കുമ്പോ ഇലാ ബഅലി ഹുജരി നിസാഇഹി, ഭാര്യമാരുടെ റൂമുകളിലേക്കാണ് ഓടുന്നത്. അവർക്കൊന്നും പറയാനില്ല, അവർക്കൊന്നും ആർക്കും ഒന്നും തിരിയുന്നില്ല. എന്താണ് സംഭവം? എന്തോ അത്യാഹിതം സംഭവിച്ചെന്ന പോലെയുള്ള തിരക്കാണ് അവർ കണ്ടത്. അവർ വട്ടം കൂടി നിന്നു, പരസ്പരം ഒന്നും ആരും മിണ്ടാതെ അവർ പ്രവാചകരെ കാത്തു നിൽക്കുകയാണ്. എന്താണ് അവിടെ സംഭവിച്ചത്? അധികം വൈകിയില്ല, അധികം താമസിച്ചില്ല. ഫഖറജ ഇലൈഹിം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വൈകാതെ തന്നെ റൂമുകളിലേക്ക് കടന്ന പ്രവാചകൻ പെട്ടെന്ന് തിരിച്ചിങ്ങോട്ട് ഇറങ്ങി വന്നപ്പോ സഹാബത്ത് ഈ പോക്ക് കണ്ടിട്ട് പേടിച്ചിട്ടുണ്ട് എന്ന് അവരുടെ മുഖഭാവം കണ്ട് നബി മനസ്സിലാക്കി. ഈ തിരക്കു ഓട്ടക്കപ്പാടെ കണ്ടിട്ട് എന്റെ പിന്നിലുണ്ടായിരുന്ന മഅ്മൂമീങ്ങളായ സഹാബത്ത് പേടിച്ചിട്ടുണ്ട്, അവർക്ക് ആശ്ചര്യമുണ്ടായിട്ടുണ്ടെന്ന് അവരുടെ മുഖത്ത് വായിച്ചറിഞ്ഞ നബി പറഞ്ഞു അവരോട്, പേടിക്കാനൊന്നുമില്ല, ഭയപ്പെടാനൊന്നുമില്ല. ഇന്നീ ദക്കർതു, അവിടെയാണ് നമ്മുടെ പോയിന്റ് കിടക്കുന്നത്. പിന്നെ അവിടെ നിന്ന് പറഞ്ഞ മറുപടി, എന്റെ പോക്ക് കണ്ടിട്ട് നിങ്ങൾ പേടിച്ചോ? എന്റെ ആ ഓട്ടം കണ്ടിട്ട് നിങ്ങൾ ഭയന്നോ? ഭയപ്പെടാനൊന്നുമില്ല. നിങ്ങളുടെ മുഖത്ത് ഞാൻ ഭയത്തിന്റെ ലക്ഷണങ്ങൾ കാണുന്നു, നിങ്ങൾക്ക് ആശങ്കപ്പെടാനൊന്നുമില്ല. ഇന്നീ ദക്കർതു ശൈഅം മിൻ തിബിരിൻ ഇൻദനാ, നമസ്കാരം കഴിഞ്ഞ് സലാം വീടിയപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഏത് കാര്യം? ഇന്നി ദക്കർത്തു, എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. അമ്മിൻ തിബിരിൻ ഇൻദനാ, വീട്ടിലിരിക്കുന്ന വെള്ളിയുടെ ഒരു ചെറിയ കഷ്ണത്തെ കുറിച്ച് ഓർമ്മ വന്നത്, അല്ലെങ്കിൽ സ്വർണത്തിന്റെ. തിബിറിന് മുഹദ്ദിസുകൾ പണ്ഡിതന്മാർ രണ്ട് മാനയും പറഞ്ഞിട്ടുണ്ട്. വെള്ളിയുടെ ചെറിയ കഷ്ണം അല്ല, സ്വർണത്തിന്റെ ചെറിയ കഷ്ണം. സ്വദഖയുടെ ഇനത്തിൽപ്പെട്ട വകുപ്പിൽപ്പെട്ട ഒരു ചെറിയ വെള്ളിക്കഷ്ണം വീട്ടിൽ വെച്ചത് സലാം വീടിയപ്പോഴാണ് ഓർമ്മ വന്നത്. അതവിടെ തന്നെ നിൽക്കുന്നത് ഞാൻ വെറുത്തു, അതവിടെ തന്നെ താമസിക്കുന്നത് ഞാൻ വെറുത്തു. ഉടനെ തന്നെ ഞാൻ ഓടിച്ചെന്ന് അമർത്തു ബിഖിസ്മതിഹി, എന്റെ ഭാര്യമാരോട് അതാർക്ക് എത്ര കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് തീരുമാനമെടുത്ത് ഞാൻ ഉടനെ തിരിച്ചു പോന്നു. ആലോചിച്ച് നോക്ക്, വീട്ടിലാകെ ഉണ്ടായിരുന്നൊരു വെള്ളിക്കഷ്ണം, അത് ഓർമ്മ വന്നപ്പോ പിന്നെ എനിക്ക് സബൂറ് കിട്ടിയില്ല, എനിക്ക് വെറുപ്പായി അത് അവിടെ നിൽക്കുന്നത്. ഒരു സെക്കൻഡ് പോലും എന്റെ വീട്ടിൽ നിൽക്കാൻ പാടില്ല. ഞാൻ ഓടിച്ചെന്ന് അമർത്തു ബിഖിസ്മതിഹി, അത് പാവപ്പെട്ടവർക്ക് വിഹിതിക്കേണ്ട വിവരണം എന്റെ കുടുംബത്തിന് കൊടുത്തിട്ടാണ് ഞാൻ മടങ്ങി വന്നത്. കണ്ടോ മത്സരം, കണ്ടോ മത്സരം. ഇപ്പൊ നമ്മളിപ്പോ വിധിയിൽ പൊരുത്തപ്പെടണമെന്ന് പറഞ്ഞപ്പോ ദുന്യാവ് തേടുന്നിടത്ത് ആർക്കും വിധിയിൽ പൊരുത്തല്ല. അവിടെ വിധിയൊന്നും വേണ്ട, അവിടെ നമ്മളെ തീരുമാനം. ആഖിറത്തിന്റെ കാര്യത്തിൽ ഞാനിപ്പോ നിസ്കരിച്ചിട്ട് എന്താ, നോമ്പ് നോറ്റിട്ട് എന്താ, നന്നായി നടന്നിട്ട് എന്താ, 4-ാം മാസം എനിക്ക് അള്ളാഹ് കണക്കാക്കിയതല്ലേ ഉണ്ടാവുള്ളൂ. ഭയങ്കര ആദർശം അത്. ഇതാരും പറഞ്ഞില്ലെങ്കിൽ ഉള്ളിൽ അങ്ങനെയാ. ഞാനിപ്പോ നന്നായിട്ടും പരിശ്രമിച്ചിട്ടൊക്കെ എന്താ കാര്യം? 4-ാം മാസം ഉമ്മാന്റെ വയറ്റിലായപ്പോ അള്ളാഹു റൂഹ് ഊതിയപ്പോ കണക്കാക്കിയിട്ടുണ്ടല്ലോ, ഞാൻ ശഖിയാണോ സഈദാണോ സ്വർഗക്കാരനാണോ നരകക്കാരൻ, അതല്ലേ ഇവിടെ വരുള്ളൂ. ആ ഒരു വിശ്വാസം നീ ദുന്യാവ് തേടി പിടിക്കുന്നിടത്തുണ്ടോ? അവിടെ ഇല്ലേ അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതത്തിലൂടെ നമ്മുടെ മുന്നിൽ സമർപ്പിച്ച് കാണിച്ചു തന്നത് ദുന്യാവിന്റെ കാര്യത്തിൽ മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു. ആഖിറത്തിന്റെ കാര്യത്തിലോ ഈ ഒരു താല്പര്യവും ആവേശവും എല്ലാ കാര്യത്തിലും കാണാമായിരുന്നു. അതുകൊണ്ട് വിധി, ഈ വിഷയത്തിലെ സംശയം തീരൂല. ഇനിയുണ്ടാകാം സംശയം. എല്ലാ തിന്മകളും അള്ളാഹുവിന്റെ വിധിയല്ലേ? ആണ് എന്ന തത്വമാണല്ലോ ഈമാൻ കാര്യത്തിൽ പഠിച്ചത് അല്ലെ? നന്മയും തിന്മയും എല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണ് അല്ലെ? അതാണ് ഈമാൻ കാര്യങ്ങളിൽ നാം പഠിച്ചത് അല്ലെ? അതോടൊപ്പം പരിശുദ്ധ ദീൻ പഠിപ്പിച്ചു അള്ളാഹുവിന്റെ വിധി എന്തായാലും പൊരുത്തപ്പെടണം. ഇത് രണ്ടും ചേർത്ത് വായിച്ചാൽ എന്താ കിട്ടുക? എല്ലാ തിന്മകളും അള്ളാഹുവിൽ നിന്നുള്ളതാണ്. ഒരു കളിയ, ഇനി കുറച്ച് മന്തിക്കോതണോ? വേണ്ട, നിങ്ങൾ ചിന്തിച്ചാൽ മതി. എല്ലാ തിന്മകളും എല്ലാ പാപങ്ങളും അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അല്ല എന്ന് പറഞ്ഞാൽ
സത്യവിശ്വാസത്തിന്റെ ബൗണ്ടറിയിൽ നിന്ന് ഔട്ടാവും. കാരണം ഖുർആന്റെ നസ്സിനെതിരാകും ആ വാദം. ചില ആളുകൾ അങ്ങനെ പറഞ്ഞു, അള്ളാഹു തിന്മകളൊന്നും പഠിച്ചിട്ടില്ല, അത് മനുഷ്യനിർമ്മിതമാണ്. ശരിയല്ല. ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞതാ, എല്ലാ തിന്മകളും അള്ളാഹുവിൽ നിന്നുള്ളതാണ്, അല്ലേ? അതോടൊപ്പം ഇസ്ലാം പഠിപ്പിച്ചു വിധി എന്തായാലും പൊരുത്തപ്പെടണം. രണ്ടും ചേർത്ത് വായിച്ചാൽ എന്ത് കിട്ടും? തെമ്മാടിത്തരങ്ങളെയും വിധി എന്ന നിലയിൽ പൊരുത്തപ്പെടണം കിട്ടുമല്ലോ. അതോടൊപ്പം ദീൻ പറഞ്ഞു തിന്മയെയും തിന്മയുടെ വക്താക്കളെയും തെമ്മാടിത്തരങ്ങളെയും തെമ്മാടികളെയും വെറുക്കണമെന്നും പഠിപ്പിച്ചു. ഇപ്പൊ എന്ത് സംഭവിച്ചു? തെമ്മാടിത്തരങ്ങളെ വെറുക്കണമെന്നും തെമ്മാടിത്തരങ്ങളെ പൊരുത്തപ്പെടണമെന്നും. ഇത് വൈരുദ്ധ്യമല്ലേ? ഒരു വസ്തുവിനെ തന്നെ വെറുക്കണം, ആ വസ്തുവിനെ തന്നെ ഇഷ്ടപ്പെടണമെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് നടക്കുക? വിധി എന്ന നിലയിൽ തിന്മകളെ ഇഷ്ടപ്പെടണമെന്ന് ശറഅ് പഠിപ്പിക്കുമ്പോൾ തിന്മയെയും തിന്മയുടെ വക്താക്കളെയും വെറുക്കണമെന്നും ശറഅ് പഠിപ്പിക്കുന്നു. മനസ്സിലാകുന്നില്ലേ? ഇത് ഈമാൻ കാര്യങ്ങളിലെ ഒരു വലിയ ചർച്ചയാണ്, ആറാമത്തെ കാര്യങ്ങളിലുള്ള ഒരു ചർച്ചയാണ്. നമ്മളെല്ലാ കാര്യവും അന്വേഷിക്കുന്നവരും ലോകത്ത് നടക്കുന്നതൊക്കെ പഠിക്കുന്നവരും അറിയുന്നവരാണ്. ദീനീ വിഷയത്തിൽ ഇതൊന്നും ഇപ്പൊ ചിന്തിക്കണ്ട, പഠിക്കണ്ട പറ്റൂല. ഈമാൻ കാര്യങ്ങൾ പരമാവധി നമുക്ക് അള്ളാഹു തന്ന ബുദ്ധി വെച്ച് നമ്മൾ പഠിക്കണം. അറിയാവുന്ന മേഖലകളൊക്കെ നാം അന്വേഷിച്ച് മനസ്സിലാക്കുകയും വേണം. ഇവിടെ വൈരുദ്ധ്യം വന്നു. വിധി എന്ന നിലയിൽ തിന്മകളെ ഇഷ്ടപ്പെടണം, എന്നാൽ തിന്മകളെ വെറുക്കണമെന്നും ദീൻ പറഞ്ഞു. ഒരു കാര്യത്തെ തന്നെ ഇഷ്ടപ്പെടുകയും വെറുക്കുകയും ചെയ്യുന്നത് എങ്ങനെ? ഇഅ്ലം അന്നർരിളാ വൽ കറാഹത ഇന്നമാ യതലാദ്ദാനി ഇദാ തവാറദാ അലാ ശൈഇൻ വാഹിദിൻ മിൻ ജിഹത്തിൻ വാഹിദത്തിൻ അലാ വജ്ഹിൻ വാഹിദ്. വൈരുദ്ധ്യമൊന്നുമില്ല. ശറഅ് പഠിപ്പിച്ചതൊക്കെ സത്യമാണ്. വിധി എന്ന നിലക്ക് തെമ്മാടിത്തരങ്ങളെയും തെമ്മാടികളെയും ഇഷ്ടപ്പെടേണ്ടി വരും, എന്നാൽ അതിനെ വെറുക്കും വേണം. ഇവിടെ വൈരുദ്ധ്യമില്ല. എപ്പോഴാ വൈരുദ്ധ്യമുണ്ടാകുന്നത്? ഒരു വസ്തുവിനെ ഒരു കാരണത്താൽ ഇഷ്ടപ്പെടണം, ആ കാരണത്താൽ തന്നെ വെറുക്കുകയും ചെയ്യണമെന്ന് പറയുന്നിടത്താണ് വൈരുദ്ധ്യം. ഒരാളെ ഇഷ്ടപ്പെടണം, ഒരു കാരണത്താൽ ഇഷ്ടപ്പെടണം, ആ കാരണത്താൽ തന്നെ ആ ആളെ വെറുക്കണമെന്ന് പറയുന്നിടത്താണ് വൈരുദ്ധ്യമുള്ളത്. തനാഖുദിന്റെ ഷർത്തൊക്കെ ഉസ്താദുമാർ ഓതിയിട്ടുണ്ടല്ലോ. 8 ഷർത്തുകളുണ്ട്. അതിപ്പോ ഇവിടെ പറയേണ്ട കാര്യമില്ല. ഏതായാലും ഒരു കാര്യത്തെ വെറുക്കണമെന്ന് പറയുന്നു, ഒരു കാരണത്താൽ, ആ കാരണത്താൽ തന്നെ ഇഷ്ടപ്പെടണമെന്ന് പറയുന്നിടത്താ വൈരുദ്ധ്യമുള്ളത്. എന്നാൽ ഒരു വസ്തുവിനെ ഒരു കാരണത്താൽ ഇഷ്ടപ്പെടണം, മറ്റൊരു കാരണത്താൽ വെറുക്കണമെന്ന് പറഞ്ഞാൽ അവിടെ വൈരുദ്ധ്യമില്ല. ഉദാഹരണം, ഒരു മനുഷ്യനെ ഒരാൾ ഇഷ്ടപ്പെടുകയും വെറുക്കുകയും ചെയ്യുമല്ലോ. എങ്ങനെ? അയാളെ കോലവും ചേലും വസ്ത്രവിധാനവും കണ്ടപ്പോൾ അറപ്പും വെറുപ്പും തോന്നി. അയാളുടെ കലാവൈഭവവും കഴിവും കണ്ടപ്പോൾ ഇഷ്ടവും തോന്നി. അങ്ങനെ തോന്നാലോ? അപ്പൊ രണ്ട് നിലയിലാണ്. സബബ് രണ്ടാണ്, രണ്ട് കാരണങ്ങളാലാണ്. ഒരു കാരണത്താൽ വെറുക്കുകയും ആ കാരണത്താൽ തന്നെ ഇഷ്ടപ്പെടുകയും ചെയ്യുക എന്നത് വൈരുദ്ധ്യമാണ്. രണ്ട് കാരണങ്ങളാൽ, അതിൽ ഒരു കാരണം കൊണ്ട് ഇഷ്ടപ്പെടുന്നു, മറ്റൊരു കാരണം കൊണ്ട് വെറുക്കുന്നു, വൈരുദ്ധ്യമില്ല. ഇപ്പൊ നിന്റെ ശത്രുവിനോട് നിനക്ക് വെറുപ്പാണ്, അല്ലേ? വെറുപ്പായിരിക്കും. എന്നാൽ നിന്റെ ഈ ശത്രു ഉണ്ടല്ലോ, ഈ ശത്രു നിന്റെ ഇതിലും കടുത്ത മറ്റൊരു ശത്രുണ്ട്, ബദ്ധവൈരി. അവന്റെ കടുത്ത ശത്രുവും അവനെ ഒതുക്കാൻ കഴിവുള്ളവനുമാണ് ഒന്നാമത്തെ ശത്രു. അപ്പൊ ഈ ശത്രുവിനോട് വെറുപ്പുണ്ടെങ്കിൽ തന്നെ തന്റെ കഠിന ശത്രുവിന്റെ ശത്രു എന്ന നിലയിൽ അവനോട് ഇഷ്ടമുണ്ടാവും. എന്റെ ഏറ്റവും വലിയ ശത്രുവുള്ള അവനെ ഒതുക്കാൻ ഈ ശത്രുവിനെ പറ്റുള്ളൂ, ആ നിലക്ക് അവനോട് ഇഷ്ടമുണ്ടാവും. അപ്പൊ ശത്രുവിനോട് വെറുപ്പുണ്ടെങ്കിലും ഇഷ്ടമുണ്ടാകാം. ഈ പറയപ്പെട്ട ഉദാഹരണങ്ങളിലുള്ളത് പോലെയാണ് പാപങ്ങളുടെ അവസ്ഥ, തിന്മയുടെ അവസ്ഥ. ലഹാ വജ്ഹാനി, രണ്ട് വകുപ്പുണ്ട് തിന്മക്ക്, രണ്ട് മുഖമുണ്ട് തിന്മക്ക്. നമ്മിൽ നിന്ന് സംഭവിച്ചു പോകുന്ന പാപങ്ങൾ, നമ്മുടെ മുന്നിലുള്ള സഹോദരന്മാരിൽ നിന്ന്, ജനങ്ങളിൽ നിന്ന് സംഭവിച്ചു പോകുന്ന തെമ്മാടിത്തരങ്ങൾ, ഇതിന് രണ്ട് മുഖമുണ്ട്. വജ്ഹുൻ ഇലല്ലാഹ്, ഒരു വകുപ്പിലൂടെ നോക്കുമ്പോ, ഒരു ന്യായത്തിലൂടെ നോക്കുമ്പോ, വജ്ഹുൻ ഇലല്ലാഹ് മിൻ ഹൈസു ഇന്നഹു ഖൽഖുഹു വ ഇറാദതുഹു.
ഒരു കള്ളുകുടിയന്റെ ഒരു മദ്യപാനം, കള്ളുകുടിയന്റെ മദ്യപാനം അത് അള്ളാഹു അവനാ സൗകര്യം ചെയ്തു കൊടുത്തവന്റെ മനസ്സാ മേഖലയിലേക്ക് കൊണ്ടുപോയത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന ഒരു ന്യായം, ഒരു വജ്ഹ്, ഒരു കാരണം അതിനുള്ളത് കൊണ്ട് തന്നെ ആ നിലയിൽ അതിന് ഇഷ്ടപ്പെടണം. ഏത് നിലയിൽ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അങ്ങനെ നടക്കട്ടെ എന്നുള്ള നിലക്കല്ല, അള്ളാഹ് കണക്കാക്കിയതല്ലേ ഭൂമിയിൽ സംഭവിക്കൂ. ആ മനുഷ്യനിൽ റബ്ബ് ആ നിലയിലാണ് ഇടപെട്ടത് എന്ന നിലയിൽ അള്ളാഹുവിന്റെ വിധി എന്ന നിലയിൽ ആ തിന്മയെ ഇഷ്ടപ്പെടേണ്ടി വരും. എന്നാലോ അടിമയിലേക്ക്, അത് ചെയ്യുന്ന മനുഷ്യനിലേക്ക്, അല്ലെങ്കിൽ ആ തെമ്മാടിത്തരം കാണുന്ന മനുഷ്യനിലേക്ക് ചേർത്തി നോക്കിയിട്ട് അത് മനുഷ്യന്റെ കർമ്മ സ്വാതന്ത്ര്യം അവൻ ദുരുപയോഗപ്പെടുത്തിയതാണ്. അല്ലാഹുവിന്റെ അടുക്കൽ അവൻ വെറുക്കപ്പെട്ടവനാണ് എന്നതിന്റെ തെളിവും അടയാളവുമാകുന്നു അത്. ആ നിലയിൽ വെറുക്കപ്പെട്ട കാര്യമാണത്. അപ്പൊ ഒരു കള്ളുകുടി എന്ന് പറയുന്നത് അത് വെറുക്കപ്പെട്ട കാര്യമാണ്. ഏത് നിലക്ക്? അള്ളാഹുവിന് അത് ഇഷ്ടമില്ലാത്ത കാര്യവും അള്ളാഹുവിന്റെ കോപത്തിന് കാരണമാകുന്ന പണിയുമാണെന്ന നിലയിൽ മനുഷ്യൻ അവന്റെ കർമ്മസ്വാതന്ത്ര്യം ദുരുപയോഗപ്പെടുത്തി എന്ന നിലയിൽ അതിനെ വെറുക്കുന്നതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ ഇടപെടൽ ഇതിൽ ഉണ്ട് എന്ന നിലയ്ക്ക് ഇഷ്ടപ്പെടും വേണം. മഹാന്മാര് പറഞ്ഞു, അശ്ശറു മുറാദുൻ അശ്ശറു മുറാദുൻ മക്റൂഹുൻ വൽ ഖൈറു മുറാദുൻ മർളിയുൻ ബിഹി. എന്താണ് പറഞ്ഞത്? ഖൈറും ശർറും അല്ലാഹുവിന്റേതല്ലേ. ഷർറ് മുറാദുൻ മക്റൂഹുൻ, അല്ലാഹുവിന്റെ മുറാദാണെങ്കിലും അല്ലാഹ് അത് വെറുപ്പാണ്. ഇപ്പൊ എന്റെ ചില പ്രവർത്തനം എനിക്കിഷ്ടമുണ്ടാവില്ലല്ലോ, എന്റെ ചില വാക്ക് എനിക്കിഷ്ടമുണ്ടാവില്ല. കഷായം കുടിക്കുന്നത് പോലെ ആയിരിക്കും ഞാൻ ആ വാക്ക് പ്രയോഗിക്കുന്നത്, അല്ലെങ്കിൽ ആ പ്രവൃത്തിയുമായി ബന്ധപ്പെടുന്നത് എനിക്കിഷ്ടമുണ്ടാവില്ല. ഇതുപോലെ ഷർറ് മുറാദുൻ മക്റൂഹുൻ, അല്ലാഹു വെറുക്കുന്ന അവന്റെ ലക്ഷ്യമാണ്. വൽ ഖൈറു മുറാദുൻ മർളിയുൻ ബിഹി, ഗുണകരമായ നന്മകൾ മുറാദുൻ മർളിയുൻ ബിഹി, അവൻ ഇഷ്ടപ്പെട്ട അവന്റെ ലക്ഷ്യമാണ്. ഇത്രയൊക്കെ ഞാൻ നിങ്ങളോട് വിശദീകരിച്ചു, ഉദാഹരണ സഹിതം പറഞ്ഞു. എത്ര പറഞ്ഞാലും ഈ മേഖലയിൽ ഒരു മറുണ്ട്, ഒരു അടപ്പുണ്ട്. ഈ പാത്രത്തിന് ഈമാൻ കാര്യങ്ങളിലെ 6ാമത്തെ കാര്യത്തിന് ഒരു അടപ്പുണ്ട്. ഈ അടപ്പ് തുറക്കാൻ അല്ലാഹുവിന്റെ റസൂൽ അനുവദിച്ചിട്ടില്ല. അതാണ് അവിടെന്ന് പറഞ്ഞത് അൽ ഖദറു സിർറുല്ലാഹ്. വിധി എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ രഹസ്യമാണ്. ഫലാ തുഫ്ശൂഹു, ആ രഹസ്യജ്ഞാനത്തിൽ നിന്ന്, ആ രഹസ്യജ്ഞാനങ്ങളുടെ ഭണ്ഡാരത്തിൽ നിന്ന് കിട്ടിയ ആരിഫുകളായ ആളുകൾ ആരും തന്നെ ഫലാ തുഫ്ശൂഹു, അത് പരസ്യപ്പെടുത്താൻ പാടില്ല. രഹസ്യം എന്ന് പറഞ്ഞാൽ എന്താ? രഹസ്യം എന്ന് പറഞ്ഞാൽ എന്താ? പുറത്തു വരാത്തത് എന്നാ രഹസ്യത്തിന്റെ പേര്. അപ്പൊ ഈമാനികമായ പവർ ആർജിച്ച ആരിഫുകൾക്ക് ഈ ഖദറിന്റെ രഹസ്യം അറിയും. അവരോട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് നിങ്ങൾ പരസ്യപ്പെടുത്തരുത് എന്നാണ്. അള്ളാനെ തിരിഞ്ഞിട്ടില്ല നമുക്ക്, എന്നിട്ടല്ലേ അള്ളാന്റെ ഖലാഹ് തിരിയാൻ, അള്ളാന്റെ ഏർപ്പാടുകളും അള്ളാഹുവിന്റെ ഇടപെടലും തിരിയാൻ. ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന ഖലാഇന്റെ സംതൃപ്തിക്ക് എതിരല്ല, വിധിയിൽ പൊരുത്തപ്പെടുന്നതിന് പ്രാർത്ഥിക്കൽ എതിരല്ല, നന്മ കൽപ്പിക്കലും തിന്മ വിലക്കലും എതിരല്ല, നന്മയുടെ വക്താക്കളെ ഇഷ്ടപ്പെടലും തിന്മയുടെ വക്താക്കളെ വെറുക്കലും ഖലാഇലുള്ള സംതൃപ്തിക്ക് എതിരാവുന്ന കാര്യമല്ല. എന്നാൽ എതിരാകുന്ന വേറെ ചില കാര്യങ്ങളുണ്ട്. അള്ളാഹുവിന്റെ വിധിയുടെ പൊരുത്തത്തിന് വിരുദ്ധമാകുന്ന, ആരിളക്ക് ഘടകവിരുദ്ധമാകുന്ന ചില വാക്കുകളും പ്രവൃത്തികളും എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും അറിഞ്ഞോ അറിയാതെയോ പലപ്പോഴും സംഭവിക്കാറുണ്ട്. അതേതാന്ന് നമുക്ക് നോക്കാം. എത്ര പറഞ്ഞത് മുഹിബാകാനുള്ള യോഗ്യതയല്ലേ, അള്ളാനെ സ്നേഹിക്കുന്ന ആ തലത്തിൽ എത്തിപ്പെടാനുള്ള വഴിയല്ലേ വെട്ടിത്തെളിയിച്ചത് അല്ലേ? അല്ലേ? ആണ്. അപ്പൊ അള്ളാനെ ഇഷ്ടപ്പെടണം, അള്ളാന്റെ വിധി ഇഷ്ടപ്പെടണം. അതിന് വിരുദ്ധമാകുന്ന ചില വാക്കുകളുണ്ട്, പ്രവൃത്തിയുണ്ട്. ഏതാ? ഒന്ന് ദമ്മുൽ അത്ഇമതി വഈബുഹാ, ഭക്ഷണ പദാർത്ഥങ്ങളെ കുറ്റപ്പെടുത്തുക, അതിനെ നിസാരമാക്കുക, അതിനെ പുച്ഛിക്കുക. ദമ്മുൽ അത്ഇമതി വഈബുഹാ, ഭക്ഷണ പദാർത്ഥങ്ങളെ കുറ്റം പറയാ.
ഇത് മുഹിബ്ബിൽ നിന്നൊരിക്കലും ഉണ്ടാവൂല എന്ന് മാത്രമല്ല, പരിപൂർണനായ മുഅ്മിൻ ഒരിക്കലും അത് ചെയ്യുകയില്ല തന്നെ. എന്തുകൊണ്ട്? ലിഅന്ന മദിമ്മത്തസ് സുന്നത്തി മദിമ്മത്തുൽ ലിസാനിഇ. പ്രൊഡക്റ്റിനെ കുറ്റം പറയുന്നത് പ്രൊഡ്യൂസറിലേക്ക് എത്തുമെന്ന് പറഞ്ഞതുപോലെ ഈ വസ്തുവിനെ കുറ്റം പറഞ്ഞാൽ ആ കുറ്റം യഥാർത്ഥത്തിൽ ചെന്നെത്തുന്നത് അല്ലാഹുവിലാകുന്നു. വൽ കുല്ലു മിൻ സുൻഇല്ലാ. ഈ ദൃശ്യപ്രപഞ്ചത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം തന്നെ മിൻ സുൻഇല്ലാ, അല്ലാഹുവിന്റെ നിർമ്മാണത്തിൽ നിന്നുണ്ടായതാകുന്നു. അതുകൊണ്ട് തന്നെ ഭക്ഷണ പദാർത്ഥം മുന്നിലെത്തുമ്പോൾ ഈ ഒരു നശിച്ച ചോറ്, ഈ ഒരു നശിച്ച കഞ്ഞി, ചിലപ്പോ ഭാര്യനെ കുറ്റപ്പെടുത്താൻ വേണ്ടി ആയിരിക്കും, എന്നാലും ഭക്ഷണ പദാർത്ഥങ്ങളെ വിമർശിക്കുന്നത് ഖലായിലുള്ള സംതൃപ്തിക്ക് എതിരാകുന്നതും മുഹിബിന്റെ ഗുണത്തിൽ നിന്നവൻ തെറിച്ചു പോകാൻ കാരണമാകുന്നതുമാകുന്നു. ഭക്ഷണങ്ങളെ കുറ്റം പറയാം. അള്ളാഹു നിന്റെ മുന്നിലെത്തിച്ചു, അത് പടച്ച രൂപത്തിൽ അള്ളാഹുവാണ് നിന്റെ മുന്നിലെത്തിച്ചത്. നിന്റെ മുന്നിലെത്തിച്ച റബ്ബിനറിയാം ഇപ്പോൾ നിനക്ക് അനുയോജ്യമായ ഫുഡ് ഇതാണെന്ന്. ചിലപ്പോ എടുത്ത് വായിൽ വെച്ച് നോക്കിയപ്പോ കൂട്ടാനില് നീ ഉദ്ദേശിച്ചതുപോലെയുള്ള ഉപ്പും മുളകും ഇല്ല. കറിയിലാണ് ഉപ്പില്ലാത്തതെങ്കിൽ കുറച്ച് ഉപ്പിട്ടിളക്കിയാൽ മതി. ഇതിപ്പോ മീൻ പൊരിച്ചതിലോ കോഴി പൊരിച്ചതിലോ ആണ് ഇങ്ങനെ സംഭവിച്ചതെങ്കിൽ ഒന്നും ചെയ്യാൻ വയ്യ. അപ്പൊ എന്താ? അപ്പൊ അങ്ങോട്ട് കുറ്റം പറയുന്നേ പറ്റൂല. റളീനാ ബില്ലാഹി റബ്ബാ. പോറ്റുന്നവൻ അല്ലാഹുവാണ്, അവന്റെ പോറ്റലിൽ ഞാൻ സംതൃപ്തനാണ്. അവൻ എങ്ങനെ പോറ്റുന്നത്, അവൻ എങ്ങനെ ഭക്ഷണം തരുന്നത്, അതിൽ ഞാൻ സംതൃപ്തനാണ്. അപ്പോ അന്ന് നിന്റെ വയറിന് ഉപ്പും മുളകും കൂടുതലെങ്ങാനും എത്തിയാൽ ചിലപ്പോൾ ലൂസ് മോഷൻ ഉണ്ടാകും, ചിലപ്പോൾ വയറുവേദന ഉണ്ടാകാൻ കാരണമാവും അന്ന്. അതുകൊണ്ട് അന്ന് അല്ല നിന്നെ പോറ്റുന്ന അല്ല ഉപ്പും മുളകും കുറച്ചു, അതിലാണ് നീ നീരസം കൊള്ളുന്നത്. അതുകൊണ്ട് കുറ്റം പറയരുത്. മാത്രല്ല നമുക്ക് കൂട്ടാന്റെ രുചി പോരാത്തതിലാണ് ഞാനും നിങ്ങളും കുറ്റം പറയുന്നത്. അരച്ചാൻ വയറ് കത്തിയിട്ട് ആ വയറിൽ ഒന്നുമില്ലാതിരുന്നിട്ട് ദീർഘനാളുകൾ പട്ടിണി കിടന്നിട്ട് പച്ചവെള്ളം മാത്രം കുടിച്ച് ശ്വാസോച്ഛ്വാസ ശവങ്ങൾ ഈ ഭൂമിയിൽ എത്രയാണ്. ആഫ്രിക്കൻ വൻകരകളിലും ഏഷ്യൻ വൻകരയിലും പല നാടുകളിലും പട്ടിണി രാജ്യങ്ങളിൽ ഒരു കഷ്ണം റൊട്ടിക്ക് വേണ്ടി തിരക്ക് കൂടുന്ന ജനത ഇന്നുമുണ്ടല്ലോ നമ്മുടെ മുന്നിൽ. ഇല്ലേ? നമുക്ക് കൂട്ടാന്റെ ടേസ്റ്റിലുള്ള പ്രശ്നമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്, രുചിയിലുള്ള പ്രശ്നമുള്ളത്. വിശപ്പ് മാറ്റാൻ ഗതിയില്ലാത്തവർ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോ ഇക്കാര്യത്തിൽ ആ ഭക്ഷണത്തെ കുറ്റം പറയുന്നവൻ വാസ്തവത്തിൽ വലിയ ധിക്കാരിയല്ലേ? ആലോചിച്ചു നോക്കൂ, ഒന്ന് ചിന്തിച്ചു നോക്കൂ. അവനേക്കാൾ വലിയ ധിക്കാരി ആരാ ഉള്ളത്? പുണ്യനബി ഭക്ഷണത്തെ വിമർശിക്കുന്നത് എതിർത്തു. അനബി ഹുറൈറ റളിയല്ലാഹു അൻഹു മുത്തഫഖുൻ അലൈഹിയായ ഹദീസിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മാഅബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ത്വഅമൻ ഖത്തു. ഒരിക്കൽ പോലും ഒരു ഭക്ഷണത്തെയും നബി കുറ്റം പറഞ്ഞിട്ടില്ല, വിമർശിച്ചിട്ടില്ല, നിസാരമാക്കിയിട്ടില്ല. ഇനിഷ്തഹാഹു അകലഹു വഇൻ കരിഹഹു തറകഹു. റവാഹുൽ ബുഖാരി വ മുസ്ലിം. ഇനിഷ്തഹാഹു അകലഹു വഇൻ കരിഹഹു തറകഹു. തിന്നാൻ ഇഷ്ടമുണ്ടോ നബി മിണ്ടാതെ തിന്നും, തിന്നു കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടാലോ അത് തുറന്നു പറയുകയും ചെയ്യും. അങ്ങനെയാണ് ഭക്ഷണം. നിങ്ങളെ വീട്ടിൽ നിന്ന് കഴിച്ചാലും ശരി, ചിലരൊക്കെ ഉണ്ട് ഭാര്യനോട് അങ്ങനെ പറഞ്ഞാൽ അവ തലേ കയറി കൊത്തു അവള്. അങ്ങനല്ല. ഇന്നത്തെ കറി സൂപ്പർ ആയിട്ടുണ്ടെങ്കിൽ അത് പറയണത് സുന്നത്താ, അത് സുന്നത്താ. പുറത്തൊരു വീട്ടിൽ ചെന്നാലും ഇപ്പൊ ഞാനൊക്കെ ഇവിടെയൊക്കെ ചില സുഹൃത്തുക്കളെ വീട്ടിൽ പോയി തിന്നുമ്പോ നല്ല നല്ല ഫുഡായിട്ടുണ്ട്, പൈസ സുഖിപ്പിക്കല്ലേ, അത് സുഖിപ്പിക്കലല്ല, അത് സുന്നത്താണത്. നിങ്ങൾക്കറിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ജാബിർ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, സഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഹ്ലഹു അൽ ഉദുമ. റൊട്ടി കൊണ്ടുവന്ന് വെച്ചു, കൂട്ടാനില്ല. അപ്പൊ ഭാര്യമാരോട് ചോദിച്ചു, ഇല്ലേ കൂട്ടാനില്ലേ എന്ന് ചോദിച്ചപ്പോ അവർ പറഞ്ഞതെന്താ? ഫഖാലു മാ ഇൻദനാ ഇല്ലാ ഖല്ലുൻ യാ റസൂലല്ലാഹ്. കൂട്ടാനോ? ഇവിടെ ഇറച്ചിയൊന്നും ഇല്ല. മാ ഇൻദനാ ഇല്ലാ ഖല്ലുൻ. ഇച്ചിരി സുർക്കുണ്ട്. അത് ഇന്നത്തെ വിനാഗിരി അല്ല കേട്ടോ, അന്നത്തെ സുർക്ക. പഴങ്ങളിൽ നിന്നൊക്കെ വാറ്റിയെടുക്കുന്ന ഈ അന്ന് മദ്യം ഉണ്ടാക്കുന്നതും സുർക്ക ഉണ്ടാക്കുന്നതും ഒരു മെറ്റീരിയലാണ്. പക്ഷേ ഒന്നിന് ലഹരി ഉണ്ട്, മറ്റൊന്നിന് ലഹരി ഇല്ല, പുളിപ്പേ ഉണ്ടാവുള്ളൂ. അതാണ് സുർക്ക, അന്നത്തെ സുർക്ക. ഞങ്ങളെ അടുക്കൽ ഇച്ചിരി സുർക്ക മാത്രമേ ഉള്ളൂ റസൂലേ.
ഉടനെ ഫദഅ ബിഹി, കൊണ്ടുവരൂ അത് കൊണ്ടുവന്ന് മുന്നിൽ വെച്ചു കൊടുത്തപ്പോ ഫജഅല യഅകുലു വയഖൂലു നിഅമൽ ഉദുമു വൽ ഖല്ലു നിഅമൽ ഉദുമു വൽ ഖല്ലു. അത് കൊണ്ടുവന്ന് വെച്ചപ്പോ മുന്നിലുണ്ടായിരുന്ന ആ റൊട്ടി സുർക്കയിൽ മുക്കി വായിൽ വെച്ച് തിന്നുകൊണ്ടിരിക്കുമ്പോ നബി അങ്ങനെ പറയാണ്, ഒരട്ടല്ല, നിഅമൽ ഉദുമു അൽ ഖല്ലു നിഅമൽ ഉദുമു അൽ ഖല്ലു. ഇന്നത്തെ കൂട്ടാൻ സൂപ്പർ ആയിട്ടുണ്ട്, ഇന്ന് ഞാൻ കഴിക്കുന്ന ഈ സുർക്കയും ഈ ഭക്ഷണവും നല്ല കോമ്പിനേഷനാ. അതങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുക, ഒരു വട്ടല്ല പറയുന്നത്, സുന്നത്തായ കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് റബ്ബ് തആല കണക്കാക്കിയ ഭക്ഷണ പദാർത്ഥം അത് തൽക്കാലം നമ്മുടെ നാവിന് രുചികരമായി തോന്നുന്നില്ലെങ്കിലും അതിനെ കുറ്റപ്പെടുത്തൽ ധിക്കാരവും മഹബ്ബത്തിന്റെ ബൗണ്ടറിയിൽ നിന്ന് തെറിച്ചു പോകാനുള്ള കാരണവുമാകുന്നു. അതുപോലെ തന്നെ ഈ അള്ളാഹുവിന്റെ വിധിയിൽ പൊരുത്തപ്പെടുന്നതിനെതിരാകുന്ന വേറെ ഒന്നാണ് വഖൗലു ഖായിലിൻ, ചില ആളുകളുടെ വാക്ക്, അൽ ഫഖറു ബലാഉൻ, സാമ്പത്തികമായ പരാജയം വല്ലാത്ത കഷ്ടമാണ് എന്നൊരാൾ പറഞ്ഞാൽ അവൻ മുഹിബ്ബല്ല, അവൻ റബ്ബിനെ പൊരുത്തപ്പെട്ടിട്ടില്ല. എന്ത്? അൽ ഫഖറു ബലാഉൻ, സാമ്പത്തിക തകർച്ച മഹാ കഷ്ടമാണ് എന്നൊരാൾ പറഞ്ഞാൽ അവൻ മുഹിബ്ബല്ല. അതുപോലെ തന്നെ വൽ ഇയാലു ഹമ്മുൻ വതഇബുൻ, ഈ കെട്ടിയോളും കുട്ടിയാളും എന്നൊക്കെ പറയുന്നത് ക്ഷീണാണ്, ടെൻഷനാണ് എന്ന് പറഞ്ഞാൽ അവൻ മുഹിബ്ബല്ല, അല്ലാഹുവിന്റെ ഖലാ ഖദറിൽ പൊരുത്തപ്പെട്ടവനല്ല. എന്ത്? ഈ ഫാമിലി മാറാപ്പ് എന്നൊക്കെ പറഞ്ഞാ ടെൻഷനാണ്, വല്ലാത്ത ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാല് നീ മുഹിബ്ബല്ല ആ പറഞ്ഞവൻ. അതുപോലെ തന്നെ വൽ ഇഹ്തിറാഫു ഖദ്ദുൻ വമശഖത്തുൻ, തൊഴില് ചെയ്യല്, കച്ചവടം ചെയ്യല്, വിവിധ മേഖലകളിൽ അധ്വാനിക്കൽ, ഖദ്ദുൻ വമശഖത്തുൻ, അതൊന്നും സഹിക്കാൻ പറ്റൂല, വല്ലാത്ത പ്രയാസാണ് എന്ന് പറഞ്ഞാൽ വകുല്ലു ദാലിക ഖാദിഹുൻ ഫിർറിളാ ബിഖലാഇല്ലാ, ഈ പറയപ്പെട്ടതൊക്കെ അല്ലാഹുവിന്റെ ഖലായിൽ തൃപ്തിപ്പെടുന്നതിനെതിരായ വാക്കുകളാകുന്നു. ഞാനും നിങ്ങൾ എത്ര പറഞ്ഞിട്ടുണ്ടാവും, അറിഞ്ഞോ അറിയാതെ എത്ര പറഞ്ഞിട്ടുണ്ടാവും. ഈ പറച്ചിലൊക്കെ യഥാർത്ഥത്തിൽ എങ്ങോട്ടായി എത്തുന്നത്? പടച്ചവനെ കുറ്റം പറയുന്നതിലേക്കായി എത്തുന്നത്. മുഅ്മിനെ, നിന്റെ നാക്കിന്റെ ചലനം അത് ഇളക്കുമ്പോ ആലോചിക്കണം. കാരണം മുഅ്മിനിന്റെ ഖൽബ്, മുഅ്മിനിന്റെ നാവ് ഖൽബിന്റെ പിറകിലാണ്. ഖൽബിന്റെ പിറകിലാന്ന് പറഞ്ഞാല് ആ നാവ് മുന്നോട്ട് വരുന്നത് ഖൽബിലൂടെയാണ്. അവൻ സംസാരിക്കുന്നത് ചിന്തിച്ചുകൊണ്ടാ. വലിസാനുൽ മുനാഫിഖി, കപടവിശ്വാസിയുടെ മുനാഫിഖിന്റെ നാവോ അത് ഖൽബിലല്ല, അത് വായി തന്നെ കിടന്നിട്ട് കളിക്കാണ്, അടിക്കാണ്. അപ്പൊ ചിന്തിക്കണം ഈ തരം വാക്കുകളെല്ലാം. ബൽ യംബഗി അൻ യുസല്ലിമ തദ്ബീറ ലിമുദബ്ബിരിഹി വൽ മംലകത ലിമാലികിഹാ, അധികാരത്തെ അധികാരിക്ക് സമ്മതിച്ചു കൊടുക്കണം, സാമ്രാജ്യത്തെ സാമ്രാജ്യത്തിന്റെ ഉടമയ്ക്ക് സമ്മതിച്ചു കൊടുക്കണം. ഈ സാമ്രാജ്യം, ഈ സൃഷ്ടി ദൃശ്യ പ്രപഞ്ചം മുഴുവൻ അള്ളാഹുവിന്റെ മംലക്കയാണ്, അള്ളാഹുവിന്റെ സാമ്രാജ്യമാണ്. ആ സാമ്രാജ്യത്തിന്റെ മലിക്കാണ് അള്ളാഹു. അവന്റെ അധികാരം പ്രതിപക്ഷത്തിരുന്ന് ചോദ്യം ചെയ്യാൻ പാടില്ല. അത് കേരള നിയമസഭയിലേ പറ്റുള്ളൂ, ഇന്ത്യൻ പാർലമെന്റിലേ പറ്റുള്ളൂ. അള്ളാഹുവിന്റെ മംലക്ക, അവന്റെ അധികാരം, അവിടെ പ്രതിപക്ഷമില്ല. സമ്മതിച്ചു കൊടുക്കണം. മാലിക്കിനെ, ഉടമസ്ഥനായ റബ്ബിന് സമ്മതിച്ചു കൊടുക്കണം. അങ്ങനെ സമ്മതിച്ചു കൊടുത്ത് പൊരുത്തപ്പെട്ട് നിന്നു കൊടുക്കുന്നവനാരോ അവനാകുന്നു മുഹിബ്, അവനാരോ അവനാകുന്നു മുത്തഖി, അവനാരോ അവനാകുന്നു ജന്നത്തുൽ ഫിർദൗസിൽ ഉന്നതമായ മഖാമുകൾ അല്ലാഹു ഒരുക്കി കൊടുക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അക്കൂട്ടത്തിൽ നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. നിങ്ങൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ശബ്ദത്തിന്റെ ഉടമ ഷിഹാബുദ്ദീൻ ഫൈസി, ഇമാം ടൗൺ ജുമാ മസ്ജിദ്, പെരുമ്പാവൂർ. ദിസ് പ്രോഗ്രാം സ്പോൺസേഡ് ബൈ മേളം മെൻ സ്റ്റുഡിയോ, യാത്രി നിവാസ്, ഓൾഡ് ബസ് സ്റ്റാൻഡ്, പെരുമ്പാവൂർ. പുരുഷ വസ്ത്രങ്ങളുടെ സെലക്ഷൻ സമ്പൂർണതയുമായി ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. മേളം മെൻ സ്റ്റുഡിയോ, മേളം മെൻ സ്റ്റുഡിയോ, യാത്രി നിവാസ്, ഓൾഡ് ബസ് സ്റ്റാൻഡ്, പെരുമ്പാവൂർ.